ഇന്നലെ ഞാൻ മേളിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമായിരുന്നു സ്റ്റെപ്പിന്റെ അവിടുന്ന്. അപ്പൊ എന്തോ അവിടെ ഇങ്ങനെ അനങ്ങണ തോന്നി. കുട്ടിയാന്നപ്പോ മനസ്സിലായിണ്ടായില്ല. ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ഒരു കുട്ടി ഇങ്ങനെ മുങ്ങി പോയിട്ടായില്ല, പക്ഷെ ഇങ്ങനെ പൊങ്ങി കിടക്കുമായിരുന്നു, കൈയൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട്. ഞാൻ വേഗം ഇറങ്ങി ചെന്നിട്ട് കുട്ടീനെ എടുത്തിട്ട് തോളത്തിട്ട് ഇങ്ങനെ തട്ടുക ചെയ്തത്. അപ്പൊ കഴിഞ്ഞപ്പോ കുട്ടി ഛർദ്ദിക്കുകയൊക്കെ ഉണ്ടായി. കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തുണ്ടായ ഒരു പോൾ എന്ന് പറഞ്ഞൊരു ചേട്ടനും ബൈജു എന്ന് പറഞ്ഞ ചേട്ടനും കൂടെ സ്കൂട്ടി കയറ്റി വേഗം ഇവിടെ മേളിൽ തന്നെയാണ് വീട്, അവിടെ പോയി. അത് കഴിഞ്ഞപ്പോ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ചെയ്ത്. അങ്ങനെ അപ്പോ അങ്ങനെ ഉണ്ടായി. അത് ചേലാമറ്റത്തപ്പനായിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. കാരണം ഞാൻ പുഴയിൽ പോരാൻ വേണ്ടി പറഞ്ഞപ്പോ ഇവന് എന്ത് ചെയ്ത് തന്നെ വിടില്ലായിരുന്നു. ഇപ്പൊ പോണ്ട, ഇവിടെ കുളിച്ചായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് മുങ്ങി കുളിക്കണം, എനിക്ക് തല വല്ലാണ്ട് പോഞ്ഞിട്ട് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നെ തടയാൻ വേണ്ടിട്ട് പറഞ്ഞു അവിടെ പാമ്പൊക്കെ ഉണ്ട്, പോണ്ടാന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് പോണം, എനിക്കൊന്ന് മുങ്ങി കുളിക്കണം എന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അവന് ഉള്ളിലൊരു പേടി, പാമ്പിനെ അങ്ങ് കണ്ടാലോ എന്ന്. അപ്പൊ അവന് എന്റെ കൂടെ പോന്നു. പക്ഷെ അവൻ അവിടെ വെച്ച് കണ്ട കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴാണ് അമ്മ ഇതേ പുഴയിലൊരു കൊച്ചു കിടക്കണമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് വല്ല ബൊമ്മയും കണ്ടു പോകാൻ പറയണമെന്ന്. കാരണം ആരും ഇല്ലാത്തടത്ത് ഒരു കൊച്ചു കിടക്കുന്ന ഒരു പ്രതീക്ഷയില്ലല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് കൊച്ചിനെ കണ്ട. അവൻ പറഞ്ഞത് അറിയാണ്ട് ചാടലും കഴിഞ്ഞു, എടുക്കലും കഴിഞ്ഞു, കയറലും തട്ടലും എല്ലാം പറഞ്ഞ നേരം കൊണ്ട് കഴിഞ്ഞു. ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റണ്ടായില്ല. ഞാൻ എന്നിട്ട് നാരായൺ ചേട്ടോ എന്ന് പറഞ്ഞ് കുറെ വിളിച്ചു. അപ്പോഴേക്കും അപ്പുറം നിന്ന ബൈജും പോളേണ്ണും കൂടി ഓടി വന്നു. കൊച്ചിനെ വന്ന് ആശുപത്രി കൊണ്ടുപോകാന്നും പറഞ്ഞ് അവര് വണ്ടി കയറ്റി. അപ്പൊ ഇവൻ തട്ടിയപ്പോ തന്നെ കൊച്ച് തോളത്തിട്ട് തട്ടിയപ്പോ തന്നെ ഛർദ്ദിച്ചായിരുന്നു. പിന്നെ ഇന്നിപ്പോ പറഞ്ഞു ചെസ്റ്റിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്, വേറെ വലിയ കുഴപ്പമില്ല, സമയത്തിന് എത്തിച്ചുകൊണ്ട് കൊച്ചിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു.